അറബി ഗദ്യത്തിന് ഫസ്റ്റ് എ ഗ്രേഡ് മേടിച്ച ഒരു കുഞ്ഞു മിടുക്കിയാണ് ഇപ്പൊ നമ്മുടെ ദൃശ്യയുടെ സ്റ്റുഡിയോയിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്ക് ആ മിടുക്കിയുടെ വിശേഷങ്ങളിലേക്ക് പോകാം. മോളെ നമസ്കാരം. പേരെന്താണ്? ബഫിയ ഫാത്തിമ റിയാസ്. ബഫിയ ഏത് സ്കൂളിലാ? മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂൾ കങ്ങര. അപ്പൊ ബഫിയ എത്രയിലാ പഠിക്കുന്നേ? 6ാം ക്ലാസ്സിലാണ്. അപ്പൊ ഇതിന് മുന്നേ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടോ? കഴിഞ്ഞ കൊല്ലം വന്നിരുന്നോ? ഗദ്യത്തിനില്ലായിരുന്നു. വേറെ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരത്തിൽ? എത്ര പേരുണ്ടായിരുന്നു ബഫിയയുടെ കൂടെ മത്സരിക്കാനായിട്ട്? ഇന്നോ ഈ ഗദ്യത്തിന് എത്ര പേരുണ്ടായിരുന്നു? 5 പേര്. 5 പേരോളം ഉണ്ടായിരുന്നു. അപ്പൊ 5 പേരോട് പടപൊരുതി 1ാം സ്ഥാനം മേടിച്ചിരിക്കുകയാണ് അല്ലേ? അപ്പൊ എങ്ങനെയാണ് ഈ പദ്യത്തിലേക്ക് വന്നത്? എങ്ങനെയാണ് ഗദ്യവായനയിലേക്ക് എങ്ങനെയാണ് വന്നത്? അത് വായിച്ചാൽ അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞോ ഈ മത്സരത്തിലേക്ക് പോണോന്ന്? അങ്ങനെയാണ് വന്നത് അല്ലെ? വായിച്ചു നോക്കി. ഓക്കെ. അപ്പൊ എളുപ്പമായിരുന്നോ? അപ്പൊ നമ്മുടെ ദൃശ്യയുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊന്ന് അത് അവിടുന്ന് ഒരു ഇത് തരുമായിരുന്നു. ആണോ? അങ്ങനെയാണോ വായിക്കുന്നത്? അപ്പൊ അതില് എങ്ങനെയാ മത്സര രംഗം അല്ലെങ്കിൽ അതിന്റെ ഒരു തീമൊക്കെ എങ്ങനെയാണ്? അതാണെങ്കിൽ നമ്മൾ അവിടെ ഇരിക്കും. അപ്പൊ ആണെങ്കിൽ നമുക്കൊരു പേപ്പർ വരും ആ സമയം. അപ്പൊ ഓർമ്മയുണ്ടോ അത്? ഇല്ല, അത് അവിടുന്ന് ഒരു പേപ്പർ തരാം, അത് വായിക്കാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിട്ട് കാണാതെ നമ്മൾ പറയുവാണ്. കണ്ടോണ്ട് പറഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു സിംഹത്തെ പറ്റിയുള്ള ഒരു കഥയെ മതി. ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന്. ഓർമ്മയില്ല. ഓക്കെ, കുഴപ്പമില്ല. അത് അപ്പൊ അവിടുന്ന് കിട്ടിയിട്ട് അത് വായിച്ച് അവിടുന്ന് തന്നെ വായിക്കുകയാണ്. അങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പം ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മുസ്ലിം ഹയർ സെക്കൻഡറി സ്കൂൾ കങ്ങര. ഓക്കെ. അപ്പൊ ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞപ്പോ അവരെന്ത് പറഞ്ഞു? സന്തോഷമാണ്. എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നത്? ഈ ഗദ്യവായനയിലേക്ക് എങ്ങനെയാ വന്നത്? അത് വായിപ്പിച്ച് നോക്കിയിട്ട് എടുത്ത സ്കൂളിൽ നിന്ന് വായിപ്പിച്ച് നോക്കി. നന്നായിട്ട് വായിച്ചു. അപ്പൊ ഇതൊക്കെ എങ്ങനെ പഠിച്ചത് വായിക്കാൻ? അത് അറബി പണ്ടുതൊട്ടേ പഠിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്കറിയാലോ അല്ലെ, കുഞ്ഞുനാളിലെ മുതൽ അറബി പഠിക്കുന്നുണ്ട്. അപ്പൊ അറബിയൊക്കെ ഈസിയാണോ? മലയാളമാണോ അറബിയാണോ ഇഷ്ടം? ഏതാ ഇഷ്ടം? അറബി ഇഷ്ടം, മലയാളം ഇഷ്ടം. 2 കണ്ണിൽ ഏത് കണ്ണാ ഇഷ്ടം എന്ന് കൊച്ചിനോട് ചോദിക്കുന്ന പോലെയാണ് അല്ലെ, അറബി മലയാളമാണോ ഇഷ്ടം ചോദിക്കുന്നത് അല്ലെ. അപ്പൊ എന്തായാലും വലിയ വലിയ ഉയരങ്ങളിൽ എത്തട്ടെ. അപ്പൊ സന്തോഷം. ഇനിയിപ്പോ UP അല്ലേ, അപ്പം നമുക്കിനി സ്റ്റേറ്റിലോട്ട് പോകാൻ പറ്റില്ല. ഹൈസ്കൂളിൽ എത്തിയാലേ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഹൈസ്കൂളിലെത്തി നമുക്ക് സ്റ്റേറ്റിലോട്ട് പോകാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ. അപ്പൊ ഇനി എല്ലാ കലോത്സവ മത്സരങ്ങളിലും പങ്കെടുത്ത് സമ്മാനം വാങ്ങിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്.